നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാം, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിരിക്കുക എന്നുള്ളൊരു സ്വഭാവം ഇല്ലേ? എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിലും കുറേ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനെ മനഃപൂർവ്വം ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ്. അത് പല മാർഗത്തിൽ കൂടെ ഞാൻ ആലോചിച്ചും പെറുക്കിയും മനഃശാസ്ത്രപരമായിട്ടും അല്ലാതെയും ഒക്കെ ഓരോരുത്തരെ കണ്ടും കേട്ടും യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്തും ഒക്കെയാണ് അതിൽ നിന്നൊരു മോചനം എനിക്കുണ്ടായത്. അപ്പം ആ അനുഭവങ്ങൾ വെച്ച് ഞാൻ നിങ്ങളോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം സാമ്പത്തിക പരാധീനമായിരിക്കാം, കുടുംബ ബന്ധങ്ങളിൽ പരാജയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇന്നത്തെ പിള്ളേർ പറയുമ്പോൾ തേച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളായിരിക്കാം. എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലാത്ത ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഏതും ആകട്ടെ, അപ്പം നമ്മുടെ മനസ്സിൽ അതൊരു മുറിവായിട്ട് എപ്പോഴും കിടക്കും. ആ മുറിവ് എപ്പോഴും ഉണങ്ങില്ല. അത് ഉണങ്ങാതെ അതിങ്ങനെ ഒരു വലുതായി പോകുന്ന അവസ്ഥയിലേക്ക് അത് വരാറുണ്ട് ഇല്ലേ? കാരണം മുറിവ് ഉണങ്ങിയാൽ മാത്രമല്ല അത് സുഖമായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാലങ്ങളെടുത്തിട്ടും അത് ഉണങ്ങുന്നില്ലെങ്കിൽ ആ മുറിവ് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും ഇല്ലേ? അതിനെ നമ്മൾ ഹീൽ ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമുക്കതിൽ നിന്നൊരു മോചനമുള്ളൂ. പക്ഷെ പലർക്കും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ദുരനുഭവങ്ങൾ നമ്മൾ കളയില്ല. നമ്മുടെ മനസ്സിൽ തന്നെ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. അത് ഏത് അവസരം വരുമ്പോഴും നമ്മൾ അതിനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. ഇപ്പം നമുക്ക് ഒരാളിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ അയാളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അയാളുടെ ഇത് വരും ഇല്ലേ? ഓർമ്മകൾ വരും. അപ്പം നമ്മൾ പരമാവധി അതിനെ ഓർക്കാണ്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഓർമ്മകളെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുകയല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മകൾ വരുവാണെങ്കിൽ അത് നമ്മളൊരു വിഷമമായിട്ട് എടുക്കണ്ട. നമ്മുടെ കഴിഞ്ഞു പോയതിൽ ഒരു പാഠമായിട്ട് മാത്രം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. അത് നമ്മുടെ വേദനകളായിട്ട് എടുക്കുമ്പോഴാണ് നമുക്കതൊരു ഒത്തിരി ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാഠമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അല്ലാതെ അത് എൻ്റെ ജീവിതത്തിൽ വന്നല്ലോ, എനിക്ക് ഇങ്ങനെ വന്നത് എൻ്റെ ഈ ജീവിതത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, ഇനി എൻ്റെ ജീവിതം ഇനിയുള്ള ജീവിതം ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ ആകുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തും ആട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആട്ടെ, ഒരു സമയത്ത് നമുക്ക് വന്നു. എന്നും നമുക്കിങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കില്ല. ഒരു പ്രാവശ്യം നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വന്നു, ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു, അതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കണം. അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അത് നമ്മൾ അവരുടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതല്ലാണ്ട് നമ്മളത് മറന്നു കളയാതിരുന്നിട്ടുണ്ടെങ്കിൽ, ബലം പ്രയോഗിച്ച് നമ്മൾ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. കാരണം നമ്മുടെ മനസ്സ് തന്നെ പറയും, അല്ല ഉപബോധ മനസ്സ് തന്നെ പറയും, അത് നിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല, നിൻ്റെ ഉള്ളിലുണ്ട്, നീ എന്നൊക്കെ കാണിച്ചാലും അത് പോവില്ല, ഞാൻ പോവില്ല എന്ന് തന്നെ പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിൽ പോയില്ല. ഞാനൊരു കൗൺസിലിംഗ് ചെയ്യണ ഒരാളുടെ അടുത്ത് ഒരാൾ കുടുംബ പ്രശ്നവും സാമ്പത്തിക ബാധ്യതയും മൊത്തം പ്രശ്നങ്ങളായിട്ട് അയാൾ പോയിരുന്നു. അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ ഇതെല്ലാം അയാളുടെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ആ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ ഈ പറയണ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ, അതായത് ആ ഡോക്ടർ, അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ തന്നെയും പിന്നെ പറഞ്ഞു ഇയാൾക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കണേ, മനുഷ്യനെ കളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴും പുള്ളി പറഞ്ഞു, പിന്നെ ഈ മറ്റേ പുള്ളി നിർത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് മേശക്കിട്ടൊരു ഇടിയൊക്കെ ഇടിച്ചിട്ട് ഇയാൾ ചാടി എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പം ഈ കൗൺസിലിംഗ് ഇരിക്കാൻ പറഞ്ഞു. പുള്ളി നിങ്ങൾ എന്നെ കളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെയും ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പം ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ 2-3 പ്രാവശ്യം കൂടെ പിന്നെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇപ്പോൾ തങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം വന്നില്ലേ? ഇതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ലേ? അതുതന്നെയാണ് താങ്കളുടെ മനസ്സിലും അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു. കാരണം തങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരനുഭവങ്ങൾ തങ്ങളുടെ മനസ്സിലിട്ട് ഇങ്ങനെ ആവർത്തിച്ച് കേട്ടോണ്ടും കണ്ടോണ്ടും മനസ്സിൽ കണ്ടുകൊണ്ടും ഇരിക്കുമ്പോൾ
അത് ഇതുപോലെ തന്നെയാണ് തങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. അത്രമാത്രം ചിന്തിച്ചാൽ മതി എന്ന്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് അത് ശരിയല്ലേ? ആ കാര്യം പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ എപ്പോഴും അതെ, നമ്മൾ നമ്മുടെ മനസ്സിട്ട് ഇതിനിങ്ങനെ താലോലിച്ച് നമ്മുടെ മനസ്സിന് സ്വസ്ഥത ഇല്ലാണ്ടാക്കി നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. ഇതിനധികം വലിയ സൈക്കോളജിയോ അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമ്മളെ മനസ്സിലിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റാതെ ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല എന്നത് ശരിയായ കാര്യമാണ് അല്ലേ? അതിന് ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് മാറ്റാനുള്ള കാരണങ്ങൾ നമുക്ക് ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയോ എന്ന് ചിന്തിക്കുക. അതായത് നമ്മുടെ അടുത്തുള്ള സ്നേഹമുള്ളവരോട്, ആരോടെങ്കിലും, മാതാപിതാക്കളാകാം, സുഹൃത്തുക്കളാവാം, സ്നേഹമുള്ള ആരോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ നമുക്കൊരാശ്വാസം ഉണ്ടാവുമെങ്കിൽ അവരോട് തുറന്നു പറയുക. തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അവർ നിസ്സാരമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമുക്കിഷ്ടമുള്ള ഒരാൾ നമ്മളോട് പറയാം, അതൊന്നും കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ, കഴിഞ്ഞതിനൊക്കെ ഒന്ന് വിട് എന്ന് പറയുമ്പോൾ എളുപ്പമല്ല എങ്കിലും നമുക്ക് കുറച്ചൊരാശ്വാസം കിട്ടും ഇല്ലേ? ചിലർ സാമ്പത്തികമായ പരാധീനം വന്നിട്ട് ഇനി എനിക്ക് ഇത്രയും പൈസയൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല, ഞാനിതിൽ പെട്ടുപോയി, ഇനി എനിക്ക് സാധിക്കുമെന്ന് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വെറുതെയാണ്. നമുക്ക് പൈസ എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു നിമിഷം മതി. നമ്മൾ ഇച്ചിരിയുടെ പണിയെടുക്കണമെന്ന് മാത്രം. നമുക്ക് പണ്ടത്തെക്കാളും കൂടുതൽ പണിയെടുക്കേണ്ടി വരും, അത് സ്വാഭാവികം മാത്രം ഇല്ലേ? അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ജീവിക്കാനുള്ള പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് അത് പോയി എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വിഷമിച്ച് ഇരിക്കാൻ ശ്രമിക്കരുത്. അതേപോലെ കുടുംബജീവിതമാണെങ്കിലും നമുക്ക് യോജിക്കില്ല എങ്കിൽ, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അവരുടെ കൂടെ ജീവിക്കാൻ എങ്കിൽ നമ്മൾ അതിനെ അങ്ങ് ഒഴിവാക്കുക. അത് ഒഴിവാക്കി പോയി കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക്, നമ്മൾ മോശമല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കാൻ ശ്രമിക്കുക. അത് ഏത് രൂപത്തിൽ വേണമെന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. തന്നെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് സന്തോഷമായിട്ട്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അതേപോലെ നമ്മളെ ആരിട്ടിട്ട് പോയാലും അതൊന്നുമല്ല നമ്മളെ ബാധിക്കുന്നതെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അതല്ല അവരാണ് എൻ്റെ എല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ഓർമ്മകൾ വരുന്നത് നല്ലതാണ്, ആ ഓർമ്മകളിൽ നിന്ന് പാഠം പഠിക്കാൻ മാത്രം. അല്ലാണ്ട് ഓർമ്മകൾ ഓർത്തോണ്ടിരുന്ന് നമ്മുടെ ജീവിതം കളയാൻ നമ്മൾ ശ്രമിക്കരുത്. അതാരാണെങ്കിലും ഇതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുക. ബുദ്ധിയും വിവരവും ഉണ്ടോ നമുക്കിങ്ങനെയുള്ള കഴിഞ്ഞ കാലവും ഇപ്പോൾ ഉള്ള കാലത്തും ഇനി വരാനിരിക്കണതിനൊക്കെ നമ്മൾ ഓർത്തിരിക്കും. അതാണ് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് സജ്ജീകരിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ എന്താണേലും അതിനെ ഓർക്കാണ്ടിരിക്കില്ല. നമുക്കങ്ങനെ മറക്കാൻ പെട്ടെന്നൊന്നും മനുഷ്യന് സാധിക്കുകയില്ല. പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളങ്ങ് വിട്ടുകളയും. കാരണം നമ്മളെ പ്രിയപ്പെട്ടവരാരുടെയെങ്കിലും മരണങ്ങൾ ഒക്കെ നമ്മളെ ചിലപ്പം ഓർത്തു നോക്കിയാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കാം എന്നൊക്കെ. കുറച്ച് കഴിയുന്തോറും കാലം അതിനെ മാച്ച് കൊണ്ടുപോയി നമ്മൾ ചിലപ്പോൾ സന്തോഷത്തിലേക്കാവും. സന്തോഷം ചിരിക്കുകയും കളിക്കുകയും വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുന്നവരിലേക്കായി മാറണേ. എന്തുകൊണ്ടാണ്? അത് മാഞ്ഞ് അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. ശരിയല്ലേ? അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത് നമ്മൾ തന്നെ സ്വയം തീരുമാനമെടുത്ത് ഇതിനെ മാറ്റാൻ ശ്രമിക്കുക. അതിനെ മാറ്റാൻ എന്താ മാർഗം അത് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കിഷ്ടമുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ പറ്റും. അല്ല കഴിഞ്ഞതിൽ ഇങ്ങനെ പുതച്ച് മൂടിക്കിടക്കാൻ സുഖം അനുഭവിച്ചിട്ടുണ്ടല്ലോ, ഒരിക്കലും നമ്മളിത് പോവുകയില്ല. അതിനുവേണ്ടി മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനോട് പറയുകയോ അല്ലെങ്കിൽ നല്ല സാഹചര്യങ്ങളിൽ പോയി ജീവിക്കുകയോ, അവിടുന്ന് മാറി സാഹചര്യങ്ങൾ മാറുകയോ, നല്ല ജോലി നമുക്കിഷ്ടമുള്ളൊരു പാഷനായിട്ടുള്ളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുകയോ എന്തൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അവർക്കൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? അവരതിനകത്തൊരു അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വേറൊരു വിഷാദത്തിലേക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു ലഹരിയായിട്ട് ഇങ്ങനെ എടുക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയമുള്ളൂ ഇല്ലേ? അപ്പോൾ അതിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ശ്രമിക്കുക. അതിനേത് മാർഗമാണ് സ്വീകരിക്കുക, അതാണ് വേണ്ടത് ഇല്ലേ? അപ്പം എന്നെന്ന് പറയണേ, ഇനിയിപ്പോൾ ചിലരുണ്ട് കേട്ടോ, ഇത് നാട്ടുകാർ പറയുമോ, ഇനി ഞാൻ എൻ്റെ ഈ അവസ്ഥകളൊക്കെ ഇനി അടുത്ത തലമുറയിലേക്ക് പറയുമോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അത് വേറൊരു കേസാണ്. ഇപ്പോൾ കടബാധ്യത വന്നു, അല്ലെങ്കിൽ അവർ തേപ്പ് കിട്ടി, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങളുണ്ടായി കഴിയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് എന്നാണെന്നറിയാമോ, ഇതിനി എൻ്റെ അടുത്ത തലമുറ അറിഞ്ഞാൽ എന്ത് ചെയ്യും? അറിഞ്ഞെന്നോർത്ത് നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? അതല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് പോയിക്കൊള്ളുക. ഇനി ഏത് നാട്ടിൽ ചെന്നാലും നമ്മളെക്കുറിച്ച് പറയാനുള്ളവരെ പറയും. അപ്പം നമ്മളെന്തിനാ അവരന്വേഷിച്ച് പിടിക്കും. ചിലർ നമ്മളെവിടെയാണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ആരെങ്കിലും ബന്ധുക്കനെ സ്വന്തക്കാരെയും കണ്ടുപിടിച്ചിട്ട് അവിടെ പറയാനിട വരും.
അപ്പം നമ്മൾ ഇതോർത്ത് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാൽ എന്താ? നമ്മളെന്ന് പറയുന്ന വ്യക്തി ആരാണ് അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഇപ്പം നമ്മുടെ വീട്ടുകാരെക്കുറിച്ചോ നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മുടെ ഭാര്യയെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെന്യുവനാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരായ വഴിക്ക് തന്നെ പോവുക. ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് നമ്മൾ കുമ്പിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും ചവിട്ടി താഴ്ത്താനും ഒക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഇല്ലാണ്ട് കോൺഫിഡൻസോട് കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ, ആർക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമ്മൾ താന്നു കൊടുക്കാണ്ടിരുന്നാൽ മതി. നമുക്കൊരു ലെവലിൽ നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇനി അവർ അടുത്ത തലമുറയിലേക്ക് ഇവർ ഇത് പറഞ്ഞു കൊടുക്കുകയോ അവർ നമ്മളെന്തെങ്കിലും നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകൾ കുഴപ്പമില്ല. അറിഞ്ഞ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രശ്നക്കാരാകുന്നത്, ഇല്ലേ? അതോർത്ത് നമ്മൾ വിഷമിക്കണം. കഴിഞ്ഞ കാലത്തിൽ ഇപ്പോൾ അറിഞ്ഞ് ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ട് നടക്കണവരെ പോലെയല്ല, അറിയാതെ അബദ്ധങ്ങളിൽ ചെന്ന് ഓരോ തെറ്റുകൾ പറ്റണം. അതൊന്നും ഒരു തെറ്റായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യണം. ചിലർ മിക്കവർക്കും തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന അവരുടെ കുഞ്ഞു പ്രായത്തിലായിരിക്കും. അതായത് ഒരു 25-28 വയസ്സിനുള്ളിൽ തന്നെയായിരിക്കും മിക്കവാറും പേർക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരു 12 വയസ്സ് തൊട്ട് ഒരു 28 വയസ്സ് വരെയുള്ള പ്രായത്തിൽ. അത് കഴിയുമ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ള ബോധവും വെളിവും ഉണ്ടാകും. കാരണം ജീവിതത്തോട് ഇച്ചിരിയോടെ പഠിക്കും. ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുമാതിരിപ്പെട്ട തെറ്റിലൊന്നും പോകുന്നില്ല. അത് കഴിഞ്ഞ് തെറ്റിപ്പോകുന്നത് തെമ്മാടിത്തരം കൊണ്ട് നടക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പുള്ള തെറ്റുകൾക്കൊക്കെ ക്ഷമിക്കാൻ പറ്റണമായിരിക്കും. കാരണം അവരുടെ ആ കൊച്ചു പ്രായത്തിൻ്റെ അവരുടെ ആ ഇത് സംഭവിക്കുന്ന തെറ്റുകളാണ് അവരുടെ ജീവിതത്തിൽ അധികം. അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ പഴയ കാലങ്ങളിലെ ഓർമ്മകളൊക്കെ വരുവാണെങ്കിൽ പതുക്കെ അതിനെ പൂച്ചേനെയൊക്കെ എടുത്ത് ദൂരെ കളയും പോലെ അതിൻ്റെ ഇതേ പിടിച്ച് എടുത്തങ്ങ് കളഞ്ഞേക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുക. വിഷമിക്കാണ്ടിരിക്കുക. ജീവിതത്തിൽ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരിടത്തും ആരും എത്തില്ല കേട്ടോ. ജീവിതത്തിൽ എപ്പോഴും സങ്കടവും വിഷമവും ആയിട്ടുള്ളവർക്ക് ഒരിടത്തും എത്താൻ സാധിക്കില്ല. കാരണം അത് കഴിഞ്ഞിട്ട് ഈ ഓർമ്മകളിൽ നിന്ന് രക്ഷയില്ലാണ്ട് അവരെ പിന്നെ എവിടെ പോകാനാ? അപ്പം ഇങ്ങനെയുള്ള ഓർമ്മകളും ചിന്തകളെയൊക്കെ മാറ്റി നമ്മളെ മനസ്സിനെ നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ ശ്രമിക്കുക. മുന്നോട്ട് പോവുക. പുതിയ സന്തോഷം കണ്ടെത്തണ്ട നമുക്ക് ജീവിതത്തിൽ. പുതിയ പ്രഭാതങ്ങളും പുതിയ സന്തോഷങ്ങളും കണ്ടെത്തി ജീവിതത്തിനെ സന്തോഷമാക്കാൻ ശ്രമിക്കുക. അതാ വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.